ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ, നാട്ടിലൊക്കെ നല്ല ചൂടാണെന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ വിസയും കാര്യങ്ങളൊന്നും പുതുങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ എന്തായാലും നാട്ടിലേക്ക് വരേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തയ്യാറെടുപ്പിലും കാര്യങ്ങളിലൊക്കെയാണ്. പുതുങ്ങി കിട്ടുമെന്ന് പറയുന്നുണ്ട്, റിന്യൂ ചെയ്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. വിസ എന്താ ഏതാന്ന് ഒരു അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ജവാസാദിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വിഷമത്തിലാണ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മളുടെ ഒരു ഹാഫ് ഡേ ദിവസത്തെ ഒരു ഡേയിലെ ഒരു ഹാഫ് ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനൊരു രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും ഇവിടുത്തെ. എന്നിട്ട് പിന്നെ ഓട്ടവും കാര്യങ്ങളും പോകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ചായ കുടിച്ച് പോകും. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങും കേട്ടോ. ഏറും ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യൽ, കിടന്നുറങ്ങും. പിന്നെ ഒരു 9 മണി 10 മണി ആകുമ്പോഴാണ് എണീക്കൽ. പിന്നെ അതുപോലെ അലക്കാനുള്ളത് അലക്കും, ഓരോ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫുഡ് ഉണ്ടാക്കും. ബാവയ്ക്ക് കുബൂസാണ് കേട്ടോ. ബാവയും ഞാനും ഏറും കുബൂസാണ് കഴിക്കൽ. അപ്പോൾ മക്കൾക്ക് എന്തായാലും ചോറും ഉണ്ടാക്കും. അങ്ങനെയാണ്. ഇവിടുത്തെ മുട്ടയൊക്കെ കണ്ടില്ല, മുട്ടമ്മ വരെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അത്ര ഇതായിട്ടാണ് കേട്ടോ. ഫുഡൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ നാട്ടിലത്തെ പോലെ നല്ല പഴകിയ ഇത് അങ്ങനത്തെ ഒന്നും ഹോട്ടലിലായാലും അല്ലാതെ ഒന്നും സൂപ്പർ മാർക്കറ്റിലായാലും ഒന്നും വയ്ക്കൂല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് മീനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഐസ് വിടാൻ വേണ്ടി രാവിലെ എടുത്ത് വെച്ച് അപ്പോൾ അതൊക്കെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഫുള്ള് പൊരിക്കൊന്നുമില്ല, കുറച്ച് ഉണ്ടാക്കുള്ളൂ. അത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക ചെയ്യൽ കേട്ടോ. പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറും പിന്നെ പരിപ്പ് കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഫിദമോളൊക്കെ എണീറ്റിട്ടുണ്ട്. അവരൊക്കെ നല്ല കളിയിലാണ്. അവർക്ക് രാവിലെ എണീറ്റ പാടെ ഒരു മുട്ട പുഴുങ്ങി കൊടുക്കും കേട്ടോ. അല്ലാതെ രാവിലെ എന്ന് പറയാൻ നല്ല രാവിലെയല്ല അവർ എണീക്കുന്നത്. ഇവിടുത്തെ ഒരു 10-11 മണിയാകുമ്പോഴാട്ടോ അവർ എണീക്കുള്ളൂ. പിന്നെ ഏതായാലും ചോറ് തിന്നാനായല്ലോ. പിന്നെ ബാവ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ. അപ്പോൾ അതോളം മുട്ട ഒരു സമയത്തിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി കൊടുക്കും, ചായ കുടിച്ച്. അങ്ങനെ അവർ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ നല്ല കളിയിലാണ് കേട്ടോ ഇവിടെ. ആളങ്ങനെ കച്ചറി വികൃതിയൊന്നുമില്ല. ഓൾക്കൊരു കൺമഷി പൗഡർ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. ഓള് ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് അതും ഇരുന്നോളും. പിന്നെ മുഖമൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളൂ. അങ്ങനെ ആയിക്കാറ് കേട്ടോ. നിശ്ചിട്ട് ഇവിടെ എന്തൊക്കെ മദ്രസത്തെ ഹോംവർക്കും കാര്യങ്ങളും ചെയ്യാണ്. ഫിൻമോള് ടാബിൽ കളിക്കുകയാണ് കേട്ടോ. അവളെ ഹോംവർക്കൊക്കെ അവൾ നേരത്തെ ചെയ്തു വെച്ചു. മറ്റവന് നിശ്ചുട്ടന് അങ്ങനെയല്ല, ഓൻ ആ കറക്റ്റ് ആ ടൈമിങ്ങിൽ അതൊക്കെ ചെയ്ത് തീർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിദപ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. കയ്യിലൊരു ഐലൈനർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല സന്തോഷത്തിലാട്ടോ ആൾ. പിന്നെ കുറേ അലക്കി കൊടുന്നിട്ട് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെക്കാണ്ട്, കുറേ അയൺ ചെയ്ത് വെക്കാണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഓരോ പണികളാണ് കേട്ടോ. ഒരു ദിവസത്തിന് എല്ലാ ദിവസവും അയൺ ചെയ്യൂല, ഓരോ ദിവസം ഇടയിലൊക്കെ ചെയ്യുള്ളൂ. അത് ചെയ്ത് വെക്കുമ്പോൾ ഒരു 4-5 ഡ്രസ്സ് ഷർട്ട് ഒരുമിച്ച് ചെയ്ത് വെക്കും കേട്ടോ. അയൺ ചെയ്ത് വെക്കും. അല്ലാതെ എന്നും അയൺ ചെയ്യലില്ല. അങ്ങനെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് യോഗേർട്ടാണ് കേട്ടോ. ഇത് എന്ത് കറി ഉണ്ടെങ്കിലും കൂട്ടാനുകളുണ്ടെങ്കിലും നമുക്ക് യോഗേർട്ട് മസ്റ്റാണ്. അതെല്ലാവരും ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും ഫ്രിഡ്ജിലുണ്ടാവും. കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്തത്തെ റൂമത്തെ കുട്ടികൾ വന്നിട്ടോ കളിക്കാനൊക്കെ. അപ്പോൾ അവരൊക്കെ വന്ന് പിന്നെ അവരുടെ കൂടെ കളിയായിട്ടോ. കുറച്ച് നേരം കളിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൺലൈനും മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.